പാർവതി, ഞങ്ങള് പാർവതിയെ കാത്തു നിൽക്കായിരുന്നു. എന്നിട്ട് ഇവളെ ഞാൻ ഇന്ന് ആന്റി ആന്റി വേണ്ട. നീ എന്താ ഈ പറയുന്നേ? ഇവളെ കണ്ട കൈലാഷിന്റെ മനസ്സ് വീണ്ടും മാറും. കാര്യമുണ്ട്, ഞാൻ പറയാം. ആന്റി, പായസം ഏതാ വേണ്ടേ? ആ ദർശനേ, അമ്മേ, അമ്മ എങ്ങോട്ടായി പോകുന്നേ? ഇവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിക്കില്ല, ഞാൻ പോവാ. അമ്മേ, അമ്മ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? തുളസിയുമായി കല്യാണം ഉറപ്പിച്ചു വെച്ച നിന്റെ മനസ്സിൽ കയറിക്കൂടി പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ഇവളാ. നിന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഇവൾ ഇതുവരെ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു എന്നല്ലേ അർത്ഥം? നിന്നെ ഇവള് ചതിക്കുകയായിരുന്നു. ഇവളുടെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആന്റി, ഒന്ന് സമാധാനിക്കേ. ഇന്ന് ഓണമല്ലേ, തൽക്കാലത്തേക്ക് പാർവതിയോടൊന്ന് ക്ഷമിച്ചൂടെ? ശല്യം. പ്രിയൻചേട്ടനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഏട്ടന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? നാണം കെട്ട ജന്മം. എന്താ ഇവിടെ പ്രശ്നം? അമ്മ ഇപ്പൊ പോയിക്കഴിഞ്ഞാ അത് PKR സാറിനെ കൂടെ അപമാനിക്കുന്ന പോലെയാവും. ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കേണ്ടതല്ലേ? എന്റെ ഒരു അപേക്ഷയാണ്, ശോഭ പോകരുത്. സാറ് പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ നിക്കാം. ആ, എന്നാ പിന്നെ നമുക്ക് പൂക്കൾ അങ്ങോട്ട് ഒരുക്കിയാലോ? ആ ഓക്കെ. തുടങ്ങാം. പാർവതി, ആ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ ഓണക്കോടിയാ. വാങ്ങിക്കോളൂ, വാങ്ങിച്ചോളൂ. ആ, ഇത് കോടിയല്ലല്ലോ. അല്ല, ദർശന പെട്ടെന്ന് ഹോസ്റ്റലിൽ വന്ന് വിളിച്ചപ്പോ. സാരമില്ല, അകത്ത് പോയി ഡ്രസ്സ് മാറിക്കോളൂ. ഇപ്പോഴോ? ആ, ഓണമായിട്ട് കോടി കൊടുത്തില്ലെങ്കിൽ ശരിയാവോ? ചെല്ല. താങ്ക് യു. ആ പാർവതി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം. അവന് വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളുടെ പുറകെ നടക്കാൻ കൈലാഷിന് നാണമില്ലേ? അവളെ കാണുന്നത് തന്നെ എനിക്ക് സഹിക്കുന്നില്ല. കൈലാഷ് അവളെ മറക്കാൻ ശ്രമിക്കുമ്പോ അവള് വീണ്ടും വന്ന് അവന്റെ മുമ്പിൽ നിൽക്കുക, അത് അനുവദിച്ചുകൂടാ. മാഡം, അല്ല ക്ഷമിക്കണം കേട്ടോ, ഞാൻ പൂക്കളിട്ട് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് വന്നതാ. നിങ്ങളിവിടെ ഗൗരവമുള്ള ചർച്ചയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ അറിയാതെ കേട്ടുപോയി. പാറുവാണ് ചർച്ചാ വിഷയമെന്ന് എനിക്ക് മനസ്സിലായി. കൈലാഷും പാറുവും തമ്മിലുണ്ടായ പ്രശ്നങ്ങള് ഞാൻ അറിഞ്ഞു. കൈലാഷ് തന്നെയാണ് എന്നോടെല്ലാം പറഞ്ഞത്. അവൻ പാറു കാരണം എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്കും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മേഡത്തിനെ പോലൊരമ്മയ്ക്ക്. പാറു ഇവിടെ നിൽക്കരുതെന്ന് മാഡം ആഗ്രഹിക്കുന്നത്
100% ശരിയാണ്. പക്ഷെ മാഡം അങ്ങനെ ചെയ്താൽ ചില പ്രശ്നങ്ങളുണ്ടേ. ഞാനിത് പറയണത് പാറു എന്റെ പരിചയക്കാരി ആയതുകൊണ്ടല്ല. ഞാൻ പറയണതിനെ കുറിച്ച് മാഡം നന്നായിട്ട് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. പാറുവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ മാഡം നിർബന്ധിച്ചാൽ അത് മുക്തയ്ക്ക് തന്നെയാ ദോഷം ചെയ്യുക. മാഡം ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് മുക്ത പറഞ്ഞിട്ടാണെന്ന് കൈലാഷം ധരിക്കും. അപ്പൊ മുക്തി ഒരു സംശയരോഗിയാണെന്ന് കൈലാഷ് കരുതില്ലേ? ഒരു സംശയരോഗിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ഏതെങ്കിലും പുരുഷന്മാര് തയ്യാറാവോ? ഫലത്തിലത് മുക്തയും കൈലാഷിനെ കൂടുതൽ അകറ്റുകയല്ലേ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ മുക്തയുടെ മുമ്പില് പാറു എന്തെങ്കിലും ആണോ? മുക്തയുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത അവക്കില്ല. പാറു മുക്തയ്ക്ക് ഒരു എതിരാളിയേ അല്ല. അത് ശരിയാ മോനെ. മുക്തയും അവളെയും തമ്മില് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അവളൊരു പട്ടിക്കാട്ടുകാരിയല്ലേ. മുക്ത ഈ കമ്പനിയുടെ സിഇഒയാ. അതേന്നേ, മുക്തയുടെ പഠിപ്പോ സൗന്ദര്യമോ പണമോ അന്തസ്സോ ഒന്നും പാറുവിനില്ല. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ അവളെ പേടിക്കണത്? അവൾക്ക് എന്തുകൊണ്ടും ചേർന്ന ജീവിത പങ്കാളി ആ പ്രിയം തന്നെയാ. സത്യം, ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിയും ചങ്കരനും ഒരുമിക്കുന്നല്ലേ നിങ്ങൾക്ക് നല്ലത്. അതിനിവിടെ ഒരു അവസരം ഒരുക്കണതില് തെറ്റൊന്നും ഇല്ലല്ലോ. ഓ, അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയല്ലേ. മേഡം നന്നായിട്ടൊന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നാൽ പൂക്കളത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ചിത്രം എടുക്കാം. എന്താ? ശരി മോനെ. ആന്റി, അയാള് പറഞ്ഞതാണ് ശരി. നമ്മളിപ്പോ പാർവതിയെ പുറത്താക്കാൻ ശ്രമിച്ചാൽ കൈലാഷിന് നമ്മളോട് ദേഷ്യം തോന്നും. നമ്മള് ബുദ്ധിപൂർവം വേണം നീങ്ങാൻ. കാര്യമൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് അവളെ കണ്ടാ തന്നെ തല്ലാൻ തോന്നും.